ജയിലിൽ കിടന്ന് അവസാനിക്കാനാണ് സൂര്യനാരായണന്റെ വിധിയെങ്കിൽ താൻ തിരികെ തിരുമുറ്റത്തേക്ക് വരുമെന്ന് സൂര്യൻ സ്റ്റെഫിയോട് പറയുന്നു. അതിങ്ങനെ വണ്ടിച്ചെക്കിന്റെയും കള്ളച്ചെക്കിന്റെയും പേരിലൊന്നും ആയിരിക്കില്ല. ഏഞ്ചലിന് വേണ്ടി ഞാൻ വിട്ടുനിന്നപ്പോഴൊക്കെ കമ്പനിയുടെ ബിസിനസ് താഴെ പോയിട്ടുണ്ട്. തിരുമുറ്റം ബിസിനസ് ഗ്രൂപ്പിൽ ഉണ്ണിക്കുട്ടന് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഹരി. ആശ്വാസം കിട്ടിയത് തുടർന്ന് കാണുക. ബിസിനസ്സാണേ, നമ്മളൊന്ന് തളർന്നാൽ ആ തളർച്ചയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഹലോ മോളെ സ്റ്റെഫി, ഞാനാ തിരുമുറ്റത്തുനിന്ന് ആദരേച്ചി. എന്താ ചേച്ചി? ഇവിടെ വന്നു കയറിയ ഒരു മാരണമില്ലേ കനി, അവളുടെ ആങ്ങളെന്നും പറഞ്ഞൊരുത്തനുണ്ടല്ലോ ഉണ്ണിക്കുട്ടൻ. അവന് വലിയേട്ടൻ ജോലി കൊടുത്തിരിക്കുക നമ്മുടെ തിരുമുറ്റം കമ്പനിയില്. മോളെ സ്റ്റെഫി, നീ ഇരുന്ന കസേരയിലായിരിക്കും അവൻ ഇനി ഇരിക്കാൻ പോകുന്നത്. അതാണല്ലോ അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി മോളെ. എന്റെ അമ്പിളിയേട്ടൻ ഇവിടെ ഉണ്ടായിട്ടും വല്യേട്ടൻ അവനെയാണല്ലോ അവിടെ പിടിച്ചിരുത്തിയത്. മോളെ സ്റ്റെഫി, അവൻ ബാംഗ്ലൂരിലോ കൊൽക്കത്തയിലോ പഠിച്ചൂന്നും വെച്ച് വല്യേട്ടൻ അവനെ പിടിച്ച് നീ ഇരുന്നിടത്ത് ഇരുത്താൻ പോണതേ കമ്പനിയുടെ സർവനാശത്തിനാ. നീ കണ്ടു? ഇതവളുടെ കളിയാ മോളെ. അവൾക്ക് പഠിപ്പും വിവരവും ഇല്ലാത്തതുകൊണ്ട് അവൾ ആ ഉണ്ണിക്കുട്ടനെ കൊണ്ട് വല്യേട്ടന്റെ കമ്പനി കൈക്കലാക്കാനുള്ള പുറപ്പാടാ. ഒരു കാരണം ഉണ്ടാക്കി മോളെ ആ കസേരയെന്ന് തെറിപ്പിച്ചതേ അവൾക്ക് അവളുടെ ആങ്ങളെ കയറ്റിയിരുത്താൻ വേണ്ടിയാണെന്ന് ഇപ്പോഴല്ലേ ബോധ്യപ്പെട്ടത്? നോക്കിക്കോ, വല്യേട്ടനെ പിടിച്ചവളാ കുരുടിപ്പെണ്ണിന്റെ അടുത്തിരുത്തിയിട്ട് കമ്പനിയുടെ കാര്യങ്ങൾ മുഴുവൻ ഉണ്ണിക്കുട്ടന്റെ കൈകളിലേക്ക് മാറ്റും. അവളിപ്പോ വലിയ സന്തോഷത്തിലാ. അച്ഛനോട് കാര്യങ്ങൾ അറിയിക്കുന്നു, ആങ്ങളയ്ക്ക് വേണ്ടി അനുഗ്രഹം വാങ്ങിക്കുന്നു. ആ പൊട്ടിപ്പെണ്ണിന്റെ കണ്ണു പോയതുകൊണ്ട് അവൾക്കിപ്പോ നേട്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കറിയാം മോളെ, നിനക്കിത് ഷോക്കായിരിക്കുമെന്നു. എന്തായാലും എനിക്കത് അറിയിക്കാതിരിക്കാൻ പറ്റുമോ? ആ ശരി മോളെ, ആദരേച്ചി പിന്നെ വിളിക്കാം. ആ എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? തിരുമുറ്റത്ത് ഹരിനാരായണൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അവൻ നിന്റെ ഫോണിൽ വിളിച്ചോ? ഇല്ല, തിരുമുറ്റത്ത് കമ്പനിയിൽ ഞാൻ ഇരുന്ന ചെയറിൽ ആ പള്ളി കിടന്നവളുടെ അനിയനെ പിടിച്ചിരുത്താൻ ശ്രമിച്ച അതെനിക്ക് ഇൻസൾട്ട് തന്നെ. അതെ അമ്മച്ചി, എന്റെ സ്ഥാനത്ത് ഉണ്ണിക്കുട്ടനെ അയാൾ നിയമിക്കാൻ പോവാ. നിയമിച്ചില്ലല്ലോ, ഇനി അഥവാ നിയമിച്ചാൽ തന്നെ മോൾക്ക് ഇതൊരു ആക്ഷേപമാകുന്ന എങ്ങനെ? നീ ഇരുന്നിടത്ത് പകരം ഒരാളെ അയാൾക്ക് നിയമിക്കണ്ടേ? അപ്പൻ ഇതത്ര നിസ്സാരമായിട്ടങ്ങ് പറയാം. അയാൾക്ക് ആ കസേര പിടിച്ചിരുത്താൻ അവനെ കിട്ടിയുള്ളോ? ഇതെനിക്ക് ഇൻസൾട്ട് തന്നെ. തെരുവിൽ കിടക്കുന്ന നാശങ്ങളെ പിടിച്ചിരുത്തി അവൻ എന്റെ മോളെ ആക്ഷേപിക്കാനാ ശ്രമിക്കുന്നതെങ്കിൽ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നീ അവന്റെ നമ്പർ ഇങ്ങ് വിളിച്ചതാ. അവനോടെ നല്ല 4 വർത്താനം അമ്മച്ചി പറയാം. ചേടാ, ഇതെന്തൊരു ചിന്തയാന്ന് നോക്കണേ. ആ ചെക്കൻ ബാംഗ്ലൂരിലോ മറ്റോ പഠിച്ചതല്ലേ. അവന് അതിനുള്ള കഴിവും യോഗ്യതയും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഹരിനാരായണൻ അവന് ജോലി കൊടുത്തത്. ആ പയ്യനെ എനിക്കറിയാം, നല്ല അടക്കം ഒതുക്കമുള്ള പയ്യനാ. നീ ഇരുന്നിടത്ത് മറ്റാരെ നിയമിക്കുന്നേക്കാളും നല്ലത് കനിയുടെ സഹോദരനെ നിയമിച്ചത് തന്നെ. നിന്നേക്കാൾ മെച്ചമായിട്ട് അവൻ ആ കമ്പനി നോക്കിയും കണ്ടും. എല്ലാരും ഒന്ന് ഇറങ്ങി പോ മുന്നിന്ന്. I say you get out. ഇറങ്ങി പോവാൻ. മോളെ, റെഡി. ഇപ്പൊ ഉണ്ണിക്കുട്ടനെ കാണാൻ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഏഞ്ചലെ? നോക്കിട്ട് പറ. സൂപ്പർ, ഒരു എക്സിക്യൂട്ടീവ് ലുക്ക്. ഉണ്ണിക്കുട്ടേട്ടനെ കാണാൻ ഇപ്പൊ എന്റെ പപ്പയെ പോലെയുണ്ട്. ആണോ? ഉണ്ണിക്കുട്ടന്റെ മുടി മൊത്തം നരച്ചു ഏഞ്ചലെ? ഈ മണിക്കുട്ടിയുടെ കാര്യം, മുടിയൊന്നും നരച്ചിട്ടില്ല. ഉണ്ണിക്കുട്ടേനെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ടെന്നാ പറഞ്ഞത്. ആണോ? ഉണ്ണിക്കുട്ട, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ.
ഉണ്ണിക്കുട്ടി ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ നിറവും പാന്റിന്റെ നിറവും ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഉണ്ണിക്കുട്ടൻ ജോലിക്ക് പോകുന്ന കാണാൻ ഞാൻ കൊതിച്ചിരുന്നല്ലേ, എനിക്കത് കാണാൻ പറ്റിയില്ലല്ലോ. ഉണ്ണിക്കുട്ട, എന്റെ കണ്ണ് എന്നാ കാണുന്നേ? മോളെ മണിക്കുട്ടി, എന്റെ മോൾക്ക് എല്ലാം കാണാൻ പറ്റും. എന്ന് പറ, എനിക്ക് എന്നാ കാണാൻ പറ്റുന്നേ? എപ്പോഴും ഞാൻ ഇരുട്ടല്ലേ കാണുന്നേ? ഈ ഇരുട്ട് മാറ്റിത്താകനിമ്മ. ഉണ്ണിക്കുട്ടൻ ജോലിക്ക് പോണത് എനിക്കും കാണണം. അതുകൊണ്ടേ എനിക്ക് കാണാൻ കഴിയുമ്പോ ഉണ്ണിക്കുട്ടൻ ജോലിക്ക് പോയാ മതി. ഞാൻ ഉണ്ണിക്കുട്ടനെ വിടൂല. പോവണ്ട, എങ്ങും പോവണ്ട. മണിക്കുട്ടി, ഇങ്ങനെ വാശി പിടിക്കല്ലേ. ഉണ്ണിക്കുട്ടൻ ജോലിക്ക് പോകുന്നത് മണിക്കുട്ടിക്ക് വേണ്ടിയല്ലേ. ജോലിക്ക് പോയി കിട്ടുന്ന കാശുകൊണ്ട് മണിക്കുട്ടി ചികിത്സിക്കണ്ടേ. മോൾക്ക് മുമ്പത്തെ പോലെ എല്ലാരെയും കാണാൻ കഴിയുന്ന മണിക്കുട്ടി ആവണ്ടേ? ആവണം. എന്നാലേ മണിക്കുട്ടി ഉണ്ണിക്കുട്ടനെ ജോലിക്ക് പോവാൻ അനുവദിക്കണം. എന്നാ പോയിക്കോ. പിന്നെ കിട്ടുന്ന കാശ് മുഴുവൻ എന്നെ കൊണ്ട് തരണം. ഞാനിത് ചെറിയ പെട്ടിയില് ഇട്ട് വെക്കും. അത് നിറയുമ്പോ എന്റെ കണ്ണില് ഇരുട്ട് മാറ്റണം. കേട്ടല്ലോ? അന്ന് ഞാൻ ഉണ്ണിക്കുട്ടനെ കണ്ടോളാം. മണിക്കുട്ടി, മണിക്കുട്ടി, ഞാനൊരു കാര്യം കാണിച്ചു തരാം. വാ. ഉണ്ണിക്കുട്ട, നമ്മുടെ ശബ്ദം മാത്രല്ലേ മണിക്കുട്ടിക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ അറിയാതിരിക്കാൻ വേണ്ടി നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നു. എനിക്കിതിന് എത്ര നാൾ കഴിയുമെന്ന് തോന്നില്ല ചേച്ചി. ചിലപ്പോ ഞാൻ മണിക്കുട്ടിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു പോകും. ഉണ്ണിക്കുട്ട, നമുക്ക് സങ്കടങ്ങളേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ അതോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമല്ല. നല്ല ഉഷാറായി ഉന്മേഷത്തോടെ വേണം ഇവിടുന്ന് ഇറങ്ങാൻ. മണിക്കുട്ടിയുടെ മുന്നിൽ നിന്ന് എനിക്ക് അങ്ങനെ ഇറങ്ങാൻ കഴിയില്ല ചേച്ചി. കഴിയണം. ഉണ്ണിക്കുട്ടൻ ജോലിക്ക് ഇറങ്ങുന്നത് ഉള്ളുകൊണ്ട് മണിക്കുട്ടി കാണും. അതിൽ സന്തോഷിക്കും. ഈ ജോലി നിന്റെ ജീവിതം കൂടിയാ. ഇന്നലെ വരെയുള്ള ജീവിതത്തിൽ നിന്ന് ഇന്നു മുതൽ നീ മാറാൻ പോവാ. ഒരു ജോലിയും വരുമാനവും അല്ലേ ഉണ്ണിക്കുട്ട എല്ലാവരുടെയും നിലനിൽപ്പ്? പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. സാറിന്റെ ഓഫീസിൽ നിനക്ക് കിട്ടുന്നത് ഏത് ജോലിയായാലും ഒരു മടിയും കാണിക്കാതെ നീ അത് ചെയ്യണം. നാളെ സാറിന് നീ ഒരു ബാധ്യതയാവരുത്. സാറ് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. സാറിനെ അനുസരിക്കണം. അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന് ഒരു കോട്ടവും തട്ടരുത്. ഇല്ല ചേച്ചി, സാർ അവിടെ എനിക്ക് തരാൻ പോകുന്ന ജോലി എന്തായാലും അത് വെല്ലുവിളിയോടെ ഏറ്റെടുക്കും. ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കും. ഇതെന്റെ ജീവിതം മാത്രമല്ലല്ലോ ചേച്ചി, നമ്മളെ മൂന്നാളെയും ജീവിതമല്ലേ. അതേ ഉണ്ണിക്കുട്ട, പള്ളിമുറ്റത്തേക്ക് വന്നെത്തിയ അന്നു മുതൽ ഫാദർ നിന്നെ തലോടി പറയാറുണ്ടായിരുന്നില്ലേ, പഠിച്ചു മിടുക്കനായി ഒരു ജോലിയൊക്കെ വാങ്ങി എന്നെയും മണിക്കുട്ടിയെ നോക്കണമെന്ന്? അനുഗ്രഹം വഹിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോഴും ഫാദറിന്റെ ഉപദേശം ഇത് തന്നെയായിരുന്നു. തിരുമുറ്റത്ത് കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഫാദറിന് ഒത്തിരി സന്തോഷമായി. ഹരിസാറിന്റെ നല്ല മനസ്സിനെ കുറിച്ച് ഫാദർ വാതോരാതെ ഒത്തിരി പറഞ്ഞു. മണിക്കുട്ടി ഓർത്തുള്ള സങ്കടങ്ങളും പറഞ്ഞു. മണിക്കുട്ടിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നൊരു മനസ്സാ ഫാദറിൻ്റെത്. ഫാദറിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. സാറ് ഫാദറിനെ കാണാൻ പോയിരിക്കാം. ഇപ്പൊ വരും. സാറ് പറഞ്ഞിട്ട് പോയത് ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കാനല്ലേ. രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങണ്ട. മണിക്കുട്ടി, ഏഞ്ചലേ വാ, വിശക്കുന്നില്ലേ? വാ മണിക്കുട്ടി, വാ. ഓഹോ, ഉണ്ണിക്കുട്ട സാറും പരിവാരങ്ങളും എത്തിയല്ലോ. ഇരിക്കു സാറേ, ഇരിക്കി. നിങ്ങളിരിക്കെ. ഇതാണ് രാജയോഗം എന്ന് പറയുന്നത്.
ഇന്നത്തെ കാലത്ത് എത്ര പഠിച്ചാലും ഒരു ജോലി കിട്ടുക എന്നുള്ളത് എന്ത് പ്രയാസോ അല്ലേ അമ്പിളിയേട്ടാ? പിന്നെ അഡ്വൈസ് മെമ്മോ കയ്യിൽ കിട്ടി, മാസം കഴിഞ്ഞിട്ട് നിയമനം നടത്താത്തോണ്ടേ ചെറുപ്പക്കാരൊക്കെ കൂട്ടം കൂട്ടമായി സമരപന്തലിൽ കിടക്കല്ലേ. ഉണ്ണിക്കുട്ടൻ സാറേ ഇട്ടിരിക്കുന്നതൊക്കെ വല്യേട്ടൻ വാങ്ങി തന്നതായിരിക്കും അല്ലേ? പിന്നല്ലാതെ വെല്ലുവിളി മൊത്തത്തിലങ്ങ് സ്പോൺസർ ചെയ്തിരിക്കല്ലേ. ചെയ്തല്ലേ പറ്റൂ. ഭാര്യയുടെ സഹോദരനെന്നും പറഞ്ഞ് കമ്പനിയിലേക്ക് കൊണ്ട് കയറ്റുന്ന ഒരാൾക്ക് ബ്രാൻഡഡ് ഷർട്ടും പാൻസും ഒക്കെ ഇട്ടില്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലല്ലോ. എന്തിനാ എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുന്ന? കഴിക്ക്. ഭക്ഷണം കഴിക്കുമ്പോ വേണ്ടിക്കൂടാന്ന് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. നീയാ ഇതിന്റെ ഒക്കെ കാരണക്കാരി. കണ്ടോ ഈ ഞാഞ്ഞൂട് പത്തി വിടർത്തുന്ന കണ്ടോ? ഈ ഇരിക്കുന്ന എന്റെ അമ്പിളിയേട്ടനെ 10ാം ക്ലാസ്സും കുസ്തിയൊന്നുമല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ മനുഷ്യനാ. ക്വാളിഫൈഡ് ആയ ഒരേ ഒരു അളിയൻ വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ തേരാപ്പാര നടക്കുക. ആ കമ്പനിയിൽ ഒരു പ്യൂണായിട്ടെങ്കിലും നിന്റെ ഈ അങ്കിളിനെ നിയമിക്കാൻ നിന്റെ പപ്പയ്ക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്കൊരു ജോലി വേണമെന്ന് അങ്കിൾ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിളിന് പണിയെടുക്കാൻ ഇഷ്ടമല്ലല്ലോ അല്ലെങ്കിലേ. നീ കൊച്ചുവായിൽ വലിയ വർത്താനം പറയല്ലേ. ഏഞ്ചലെ ആന്റിയോട് മിണ്ടണ്ട. ഓ, പൊന്മുട്ടയിടുന്ന താറാവ്. മണിക്കുട്ടിയെ പോലൊരെണ്ണം കൂടെയുണ്ടെങ്കിൽ പിന്നെ പെരുവഴി കിടക്കേണ്ടിയേ വരില്ല. ഏറ്റെടുക്കാൻ സന്മനസ്സുള്ള കോടീശ്വരന്മാരിങ്ങനെ അലഞ്ഞു നടക്കുകയല്ലേ. അവരെ ഏറ്റെടുത്താലോ പിന്നെ ജീവിതമായി, കോടികളുടെ പോളിസി കവറേജായി. കൂടെ നിൽക്കുന്നവർക്ക് യോഗ്യതകൾ പോലും നോക്കാതെ വലിയ ജോലിയാവും. മഹാറാണിയും രാജകുമാരനും നാളെ ഈ പെങ്കൊച്ചനെ പെരുവഴി കൊണ്ട് കളയാതിരുന്നാ മതി. കേട്ടോ ഉണ്ണിക്കുട്ടൻ സാറേ, ഈ തിരുമുറ്റം ഗ്രൂപ്പ് എന്ന സ്ഥാപനം ഉണ്ടല്ലോ, അതിൽ കയറിപ്പറ്റാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഞാൻ അവിടെ കൈവച്ചാലുണ്ടല്ലോ വെല്ലുവിളിന്റെ ബിസിനസ് ഇപ്പൊ പോകുന്നതിനേക്കാൾ 10 ഇരട്ടി പ്രോഫിറ്റിലായിരിക്കും ഞാൻ ഓടിക്കുന്നത്. അതെ, ഉണ്ണിക്കുട്ടൻ സാറിനോട് വല്യേട്ടന് ഉപദേശങ്ങളൊന്നും തന്നിട്ടുണ്ടാവില്ലല്ലോ. തിരുമുറ്റം ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടായി, എങ്ങനെ വളർന്നു, എവിടം വരെ എത്തി എന്നറിയാവുന്നതുകൊണ്ട് പറയുക. എന്റെ വല്യേട്ടന്റെ ചോരയും നീരും ആ കമ്പനി. അവിടെ നിയമിക്കപ്പെട്ട ഓരോ ജീവനക്കാരും ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയേ വർക്ക് ചെയ്തിട്ടുള്ളൂ. കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ ആ കമ്പനിയെ തളർത്തിയേക്കരുത്, കേട്ടല്ലോ? ആതിര ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഉണ്ണിക്കുട്ടൻ ബാംഗ്ലൂർ പോയി പഠിച്ചത് ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയാ. തിരുമുറ്റം കമ്പനിയിൽ സാർ ഉണ്ണിക്കുട്ടനെ ജോലിക്ക് നിയമിച്ചെങ്കിൽ അതിനുള്ള യോഗ്യത ഉണ്ണിക്കുട്ടൻ ഉണ്ടായിട്ട് തന്നെയല്ലേ. ജോലിഭാരം കൊണ്ട് അവൻ തളർന്നാലും തിരുമുറ്റം കമ്പനി അവൻ തളർത്തില്ല. എന്റെ ഉണ്ണിക്കുട്ടനെ എനിക്കറിയാം. പിന്നെ അവൻ ആദ്യമായിട്ടൊരു ജോലിക്ക് പോവാ. അനുഗ്രഹിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. അന്നത്തിന്റെ മുന്നിൽ നിന്ന് അവൻ എഴുന്നേൽക്കേണ്ടി വന്നത്. വാ മോളെ. ആതിരെ ഇത്തിരി കൂടിപ്പോയില്ലേ എന്നൊരു സംശയം. ഹേയ്, എന്തു കൂടിയെന്ന്? ഇത്രയൊന്നും പോരാ. തപ്പിത്തടയുന്ന പൊട്ടിപ്പെണ്ണിന്റെ മുമ്പിൽ തോർത്ത് വിരിച്ചിട്ട് അവനും അവളും പിച്ചെടുക്കുന്നതായി എനിക്ക് കാണേണ്ടത്. അത് കാണും ഞാൻ. ആ തോർത്തിലേക്ക് ഒരൊറ്റ നാണയം എറിഞ്ഞു കൊടുക്കും. വരൂ ഉണ്ണിക്കുട്ട. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഉണ്ണിക്കുട്ട, ഇത് മിസ്റ്റർ പ്രകാശ്, കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹലോ, മാനേജർ. ഐ ആം ഉണ്ണിക്കുട്ടൻ. ഹലോ ഉണ്ണിക്കുട്ട, ഇത് ഷീബ, ഹായ്. കമ്പനിയുടെ സീനിയർ അക്കൗണ്ടന്റ്. ഇത് ഉണ്ണിക്കുട്ടൻ, എൻ്റെ വൈഫിന്റെ ബ്രദറാ. പഠിച്ചതൊക്കെ ബാംഗ്ലൂരാ. ഇന്നു മുതൽ ഉണ്ണിക്കുട്ടൻ ഇവിടെ പുതിയ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാം.
തുടക്കമായതുകൊണ്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ പൂർണ്ണമായ ഹെൽപ്പ് ഉണ്ണിക്കുട്ടൻ ഉണ്ടാവണം. തീർച്ചയായും ഉണ്ടാവും സാർ. വരൂ സാർ. ഇനി ഈ ക്യാബിൻ ഉണ്ണിക്കുട്ടന്റെ. ഈ സ്ഥാപനത്തിന്റെ ചീഫ് മാനേജർ ഇനി ഉണ്ണിക്കുട്ടനാ. സാർ, ഈ ചെറുപ്രായത്തിൽ ഭാരിച്ചൊരു ഉത്തരവാദിത്വമാണ് ഞാനിപ്പോ ഉണ്ണിക്കുട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉണ്ണിക്കുട്ടൻ ഈ ചെയറിൽ തിളങ്ങാൻ കഴിയും. എനിക്കാ വിശ്വാസമുണ്ട്. പിന്നെ ബിസിനസ്സിൽ വിശ്വാസം തോന്നേണ്ടത് ഈശ്വരനോടോ ബിംബങ്ങളോടോ അല്ല, പോസിറ്റീവ്നെസ്. പുതിയ ചിന്തകൾ, പുതിയ ആശയങ്ങൾ, പുതിയ ബന്ധങ്ങൾ, പുതിയ പ്രവൃത്തികൾ, അങ്ങനെ എല്ലാം പോസിറ്റീവായിരിക്കണം. ആ പോസിറ്റീവ്നെസ് തന്നെയാണ് ഈശ്വരൻ. ഇനി ഉണ്ണിക്കുട്ടൻ ഈ ചെയറിലേക്കൊന്നിരിക്കെ, ഞാനൊന്ന് കാണട്ടെ. സാർ, സാറ് ദൈവ. എൻ്റെ കനിച്ചേച്ചിക്ക് മണിക്കുട്ടി കിട്ടിയ പുണ്യാണ് സാർ. ജീവിതം മാത്രമല്ല, ജീവനും കൈവിട്ട് പോകേണ്ടവരായിരുന്നില്ല ഞങ്ങൾ. ഒരുപക്ഷെ ഈ രാജ്യത്തെ ഏതെങ്കിലും തിരക്കേറിയ തെരുവിലിരുന്ന് ഭിക്ഷയാചിക്കേണ്ടവരായിരുന്നു ഞങ്ങൾ. മണിക്കുട്ടിയും ചേർത്ത് പിടിച്ച് ഞങ്ങൾ ഓടിക്കയറിയത് ദൈവത്തിൻ്റെ വഴിയിലേക്ക് തന്നെയാണ് സാർ. മണിക്കുട്ടിക്ക് വേണ്ടി എവിടെയെങ്കിലും പോയി ബാലവേല ചെയ്യണമെന്നായിരുന്നു അന്ന് മനസ്സിലാഗ്രഹം. ആ ചിന്ത തിരുത്തി ഫാദർ എന്നെ പഠിപ്പിച്ചു. ഞാൻ പഠിച്ചു. മണിക്കുട്ടിയും കനിച്ചേച്ചിയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ബലം. എൻ്റെ ദൈവം എൻ്റെ കനിച്ചേച്ചിയാണ് സാർ. ഇപ്പോ സാറും. ഏയ് ഉണ്ണിക്കുട്ട, എന്താ ഇത്? ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. റിലാക്സ്. ഉണ്ണിക്കുട്ടൻ ഈ സ്ഥാനത്തിരിക്കുന്നതിൽ കനിക്കും മണിക്കുട്ടിക്കും മാത്രമല്ല, എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇനി താനൊന്നിരിക്കെ. ഹലോ മാഡം. കമ്പനിയിൽ പുതിയതായൊരു നിയമനം നടന്നിരിക്കുന്നു. ഹരിയേട്ടന്റെ രണ്ടാം ഭാര്യയുടെ സഹോദരൻ മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ. അതല്ലേ വിവരം? അതെ, അത് തന്നെ മാഡം. മാഡത്തിന്റെ സ്ഥാനത്താ സാർ അയാളെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തെ ദേഷ്യത്തിന് സാറ് മാഡത്തെ പുറത്താക്കിയെങ്കിലും പിന്നീട് തിരിച്ചു വിളിക്കുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്കിതിൽ വിഷമമുണ്ട്. മാഡത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്നൊരു സ്റ്റാഫാണ് ഞാൻ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഹരിനാരായണ സാർ മാഡത്തിന്റെ ചേച്ചിയുടെ ഭർത്താവായിരുന്നില്ലേ? ഒരു ക്ഷമ പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിലുള്ളൂ. മിസ്റ്റർ പ്രകാശ്, ഹരിയേട്ടനിൽ നിന്നും ഞാൻ ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാ. ഹരിയേട്ടന്റെ കൂടെ ജീവിക്കുന്നതിപ്പോ എന്റെ ചേച്ചിയല്ലല്ലോ. അതുകൊണ്ട് ഹരിയേട്ടന് ഞാൻ ആരുമല്ല. പുതിയ ഭാര്യയുടെ സഹോദരനെ ഹരിയേട്ടന് ഒഴിവാക്കാനും പറ്റില്ല. സത്യത്തിൽ പുറത്താക്കുന്നതിന് മുൻപ് ഞാൻ അവിടുന്ന് സ്വയം മാറിക്കൊടുക്കേണ്ടതായിരുന്നു. ഒരു എക്സ്പീരിയൻസും ഇല്ലാതിരുന്ന ഒരാൾക്ക് ഹരിനാരായണൻ സാർ ഇങ്ങനെ ഒരു പോസ്റ്റിംഗ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പ്രകാശ് എന്തിനാ അതിൽ വിഷമിക്കുന്നത്? ഉണ്ണിക്കുട്ടനെ നിയമിച്ചത് നിങ്ങളുടെ MD അല്ലേ? ഉണ്ണിക്കുട്ടനിൽ നിന്നിനി പാളിച്ചകൾ മാത്രം ഉണ്ടായാലും ഹരിയേട്ടൻ അതൊക്കെ ക്ഷമിച്ചു കൊടുത്തല്ലേ പറ്റൂ. പിന്നെ ഉണ്ണിക്കുട്ടൻ അത്ര മോശമൊന്നും അല്ലെന്നാ ഞാൻ അറിഞ്ഞ്. പെങ്ങളെ ഹരിയേട്ടന്റെ കൈപിടിച്ചു കൊടുത്തതിന്റെ വക ഇങ്ങനൊരു ഔദാര്യം കിട്ടുമ്പോ ആരെങ്കിലും അത് വേണ്ടെന്ന് വെക്കുവോ? ഹരിയേട്ടന്റെ ആബ്സെൻസ് നികത്താനാണല്ലോ ഉണ്ണിക്കുട്ടൻ അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹരിയേട്ടൻ ഇനി ഒരു പെർമനന്റ് ആബ്സെൻസിലേക്ക് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. ശരി പ്രകാശ്, ഞാനൊരു യാത്രയില്ല. ഓക്കെ മാഡം. ഹരിയേട്ടാ, ആനി ചേച്ചിയുടെ നേരെ ഓപ്പോസിറ്റാ ഞാൻ. ആനി ചേച്ചി നിങ്ങളെ സ്നേഹിച്ചു കൊല്ലുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വെറുപ്പിച്ചു കൊല്ലുന്നവളാ. അതിനുള്ള അവസരങ്ങളൊക്കെ എന്റെ മുന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളെ തൊഴുതു വണങ്ങി നിന്നവരൊക്കെ എന്റെ കൈകളിലേക്ക് വരും, നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ള എന്റെ ആയുധങ്ങളായി. അതേ പൂപ്പ, ഉണ്ണിക്കുട്ടിയേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഓഫീസിൽ പോയത്. അയ്യോ, ഉണ്ണിക്കുട്ട ഒന്നും കഴിച്ചില്ലേ?
ആരാപ്പച്ചി ഉണ്ണിക്കുട്ടേനെയും കനിയന്റെ ഒത്തിരി വഴക്ക് പറഞ്ഞു. കനിമ വഴക്ക് പറഞ്ഞ കനിമ കരയും. അപ്പപ്പ ആദ്യം രണ്ടിക്ക് ചുട്ട അടി കൊടുക്കണം. കനി, ഏഞ്ചൽ പറഞ്ഞ സത്യമാണോ? അയ്യോ അത് ഉണ്ണിക്കുട്ടൻ ഒന്നും കഴിക്കാതെയാണോ പോയതെന്ന്? സത്യാണ് പൂപ്പ. കനിമ ആരാപ്പച്ചി പേടിച്ച് പറയാത്തതാ. അവൾ ഈ വീട്ടിൽ വന്ന് കിടക്കുന്നത് നിങ്ങളെ ഭരിക്കാനല്ല. അതിരെ അതിരെ അച്ഛൻ എന്നെ വിളിച്ചോ? ഉണ്ണിക്കുട്ടൻ ഈ വീട്ടിലൊരു അന്യനല്ല, കനിയുടെ സഹോദരനാണ്. ഇന്ന് നീയും നിന്റെ ഭർത്താവ് ഇവിടെ കഴിയുന്നത് ഇവരുടെ ഔദാര്യം കൊണ്ടാ. ഇവരുടെ അന്നം മുടക്കാൻ നീ ആരാ? അതിന് എന്ത് അധികാരമാ നിനക്കൂടെ ഉള്ളത്? അച്ഛാ, ഇന്ന് നിങ്ങളെക്കാൾ സ്ഥാനം ഉണ്ണിക്കുട്ടനിവിടെ ഉണ്ട്. ഒരാളുടെ അന്നം മുടക്കിക്കൊണ്ടാണോ നീ വാശിയും വൈരാഗ്യവും കാണിക്കുന്നത്? അയ്യോ അച്ഛാ, അച്ഛനിത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? ഉണ്ണിക്കുട്ടനൊന്നും കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മുടക്കിയിട്ടൊന്നുമല്ല. ഇവിടെ വെച്ചുണ്ടാക്കുന്നൊന്നും അവന്റെ വായ്ക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പച്ചി കള്ളം പറയാ പൂപ്പ. ഡീ അതിരെ ചുട്ട അടി കൂടപ്പ കൊടുക്ക്. ഈ കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ച പോലും നിനക്കില്ലാതെ പോയല്ലോ. കഷ്ടം. ഇക്കണക്കിന് പോയാൽ ഞാനോ ഹരിയോ ആയിരിക്കില്ല നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുക. ഈ കുട്ടികളായിരിക്കും.